നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ആകാശയുദ്ധം ഇപ്പോൾ കടൽ യുദ്ധത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഹോർമുസിൽ വലിയ പിടിവലിയാണ് ഇപ്പോൾ ഇസ്രയേലും അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഒരൊറ്റ കപ്പലുകളെ കയറ്റിവിടില്ല എന്ന് അമേരിക്ക വാശി പിടിക്കുകയാണ്. മാത്രമല്ല, വലിയൊരു യുദ്ധസന്നാഹം തന്നെ ഹോർമുസിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണോ? ഇത് ലോകരാജ്യങ്ങളെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ അമേരിക്ക എത്തിയിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് കടുംപിടുത്തത്തിലാണ്. എല്ലാവരോടും വിദ്വേഷത്തിൽ, എല്ലാവരോടും വെല്ലുവിളി, പോപ്പിനോട് വരെ വെല്ലുവിളി, സ്വയം ക്രിസ്തുവായി ചിത്രീകരിക്കുന്നു. ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഇതിൽ നമ്മൾ തുല്യശക്തികളുടെ സമുദ്രത്തിലെ തുല്യ പോരാട്ടം എന്നൊന്നും വിശേഷിപ്പിക്കാൻ കഴിയില്ല. അമേരിക്കയ്ക്ക് ഇപ്പോൾ ആ പശ്ചിമേഷ്യൻ മേഖലയിലുള്ളത് 16 യുദ്ധക്കപ്പലാണ്. അതിൽ അംഫിബിയസ് യുദ്ധക്കപ്പൽ അടക്കം ഈ 16 യുദ്ധക്കപ്പലുകളിൽ 14 എണ്ണം ഇറാൻ തന്നെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ നീങ്ങുന്നത്. അതിൽ 4 യുദ്ധക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിനോട് ഏറെക്കുറെ അടുത്ത് തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. മറുവശത്ത് ഇറാൻ്റെ കൈവശമുള്ളത് ഇറാൻ IRGCയുടെ പക്കൽ 4000-ഓളം സ്പീഡ് ബോട്ടുകളാണുള്ളത്. സാധാരണ അവർ ചെയ്യുന്ന ഈ സ്പീഡ് ബോട്ടുകളിൽ കൊണ്ടുവന്ന് മൈൻ വിതറുക. ഇതാണ്. ഈ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ അടുത്ത് മൈനൊന്നും ചിലവാകില്ല. സ്പീഡ് ബോട്ടുകളിൽ കൊണ്ടുവന്ന് അവർ വെടിവെക്കാനെന്ന് നോക്കിയാൽ ഈ യുദ്ധക്കപ്പലിൻ്റെ അടുത്തൽ മിസൈലുകൾ പോലും ചിലവാകില്ല. അത്ര ശക്തമായ സൈനിക സാന്നിധ്യമാണ് അമേരിക്ക ഇപ്പോൾ അവിടെ ഉറപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ആ ഉപരോധത്തിൻ്റെ ശക്തി. മറുവശത്ത് ഉപരോധം തെറിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉപരോധം തകർത്തുകൊണ്ട് ചൈനീസ് ഒരു ചരക്ക് കപ്പൽ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയി എന്നൊക്കെ ചില മാധ്യമങ്ങൾ ഇപ്പോൾ പ്രഘോഷിക്കുന്നുണ്ട്. അതിലും വലിയ വാസ്തവമൊന്നുമില്ല. ഈ ചൈനീസ് കപ്പൽ അവിടെ റിച്ച് സ്റ്റാറി എന്ന ഈ കപ്പൽ മെഥനോൾ ശേഖരിച്ച് ദുബായ് പോർട്ടിൽ കിടക്കുക, UAE ദുബായ് പോർട്ടിലായിരുന്നു. അവിടെ നിന്ന് ഹോർമുസ് കടലിടുക്കിലൂടെ ഇത് പുറത്തേക്ക് പോയത്. അമേരിക്ക തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, മറ്റ് രാജ്യങ്ങളുടെ തുറമുഖത്ത് നിന്ന് പുറപ്പെടുന്ന കപ്പലുകളെ തങ്ങൾ ഉപരോധിക്കില്ല, ആക്രമിക്കില്ല. ഇറാൻ്റെ തുറമുഖങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന കപ്പലുകളോ ഇറാൻ തുറമുഖങ്ങളിൽ അടുക്കാൻ ശ്രമിക്കുന്ന കപ്പലുകളെയോ തങ്ങൾ ഉപരോധിക്കുമെന്നാണ്. അമേരിക്ക ആ നിലപാട് വളരെ വ്യക്തമായി അവതരിപ്പിച്ചതാണ്. എന്നാൽ ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ നിശ്ചലമായി നിൽക്കുന്നതിൻ്റെ ഒരു കാരണം ഒരു വശത്ത് അതിശക്തമായ അമേരിക്കൻ ഉപരോധം, മറുവശത്ത് ഇറാൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമോ എന്ന് ഈ കപ്പലുകൾക്കൊരു ശങ്കയുണ്ട്. അതുകൊണ്ടാണ് ഏകദേശം 1600-ഓളം കപ്പലുകൾ ഇപ്പോൾ ഉൾക്കടലിൽ നങ്കുരമിട്ട് കിടക്കുന്നത്. ഇത് വല്ലാത്തൊരു കാഴ്ചയാണ്. ഇറാനെ സംബന്ധിച്ച് അവരുടെ സാമ്പത്തിക മേഖല പൂർണ്ണമായും വരിഞ്ഞു മുറുക്കുന്ന ഒരു ആക്രമണ തന്ത്രമാണ് ട്രംപ് പുറത്തെടുത്തിരിക്കുന്നത്. 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാർ ലംഘിക്കില്ല എന്ന് ട്രംപ് പറഞ്ഞു. ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കാതെ തന്നെ ഇറാനെ മറ്റൊരു യുദ്ധതന്ത്രത്തിലൂടെ കീഴ്പ്പെടുത്തുകയാണ് ട്രംപിൻ്റെ ലക്ഷ്യം. ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന ഇക്കഴിഞ്ഞ ദിവസത്തെ സമാധാന ചർച്ചകൾ, പക്ഷേ അത് അവിടെ എന്താ സംഭവിച്ചത് നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് വായിച്ചിരുന്നു. മറ്റ് നിരവധി റിപ്പോർട്ടുകൾ നമുക്ക് മുന്നിലുണ്ട്. ഇസ്ലാമാബാദിലെ ചർച്ചാ മേശയിൽ അമേരിക്കയും ഇറാനും മുഖാമുഖം ഇരിക്കുമ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ച ചില ആവശ്യങ്ങൾ, അമേരിക്ക മുന്നോട്ട് വെച്ച ചില ആവശ്യങ്ങൾ, ഏകദേശം 80% ചർച്ച വിജയമായിരുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ ഇറാൻ അമിതമായി വാശി പിടിച്ചു. അതിൽ അമേരിക്ക മുന്നോട്ട് വെച്ച ഒരു ആവശ്യം വരുന്ന 20 വർഷത്തേക്ക് ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകരുത് എന്നാണ്. ഇറാൻ അതിന് നിർദ്ദേശം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് 5 വർഷത്തേക്ക് തങ്ങൾ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകില്ല എന്ന്. മധ്യസ്ഥർ 12 വർഷം 13 വർഷം എന്നൊക്കെ ചില വ്യവസ്ഥകൾ വെച്ചെങ്കിലും JD വാൻസ് കട്ടയ്ക്ക് നിന്നു. 20 വർഷത്തിൽ കുറഞ്ഞ് ഒരു സംഭാഷണത്തിൽ തങ്ങളില്ല എന്ന നിലപാടെടുത്തു. മറുവശത്ത് ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഇറാന് തന്നെ വേണമെന്നവർ ശഠിച്ചു. അത് നടക്കില്ല എന്ന് അമേരിക്ക തീർത്തു പറഞ്ഞു. അമേരിക്ക ഇറാന് മേൽ ചുമത്തിയിരിക്കുന്ന എല്ലാ ഉപരോധങ്ങളും നീക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് ചില നിബന്ധനകൾ അമേരിക്ക വെച്ചു. ഇതിനിടയിൽ ഈ ചർച്ചാവേളയിൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാൻ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾക്ക് അവകാശമില്ല. അതുകൊണ്ട് തന്നെ ചർച്ചയുടെ ഇടവേളകളിൽ സെറീന ഹോട്ടലിൽ വെച്ചായിരുന്നു ചർച്ച. 2 ഭാഗത്താണ് അമേരിക്കൻ പ്രതിനിധികൾ ഒരു വശത്ത്, മറുവശത്ത് ഇറാൻ പ്രതിനിധികൾ. ചർച്ചകൾ നടക്കുന്നത് മൂന്നാമതൊരിടത്ത്. ഈ ചർച്ചയുടെ ഇടവേളകളിൽ പുറത്തേക്കിറങ്ങി അതത് രാജ്യങ്ങളിലേക്ക് അവർ ഫോൺ ചെയ്യും. അത്തരമൊരു ഇടവേളയിൽ JD വാൻസിന് വന്നൊരു ഫോൺ കോൾ, അത് നെതന്യാഹുവിൻ്റേതായിരുന്നു. വിട്ടുവീഴ്ച വേണ്ട, ഇതാണ് നെതന്യാഹു JD വാൻസിനോട് പറഞ്ഞത്. ഇറാൻ ഘടിപ്പിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ JD വാൻസ് ചർച്ചകൾ
അവസാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി. പിന്നീട് നമ്മൾ കേൾക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനമാണ്, ഇനി ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം തങ്ങൾ ഏറ്റെടുക്കുമെന്ന്. അപ്പോൾ ഇറാൻ വെല്ലുവിളിച്ചു, ഹോർമുസ് കടലിടുക്കിലേക്ക് നിങ്ങൾ വന്നാൽ അതൊരു മരണച്ചുഴിയാണ്, നരകത്തിലേക്കാണ് നിങ്ങൾ വരുന്നത്, അവിടെ വെച്ച് അമേരിക്കൻ സൈനികരെ ഞങ്ങൾ കാലുപുരിക്ക് അയക്കും എന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചത്. അപ്പോഴൊക്കെ ലോകം ശ്രദ്ധയോടെ നോക്കി നിന്നു, എന്താണ് അവിടെ സംഭവിക്കുന്നത്. സാധാരണ ഇത്തരം നീക്കങ്ങൾക്ക് ട്രംപ് ഇറങ്ങി പുറപ്പെടുമ്പോൾ നാറ്റോ സഖ്യരാജ്യങ്ങളുടെ ഒന്നുമില്ലെങ്കിൽ ബ്രിട്ടനെയെങ്കിലും ഒരു പിന്തുണ തേടാറുണ്ട്. ഇക്കുറി ട്രംപ് ആരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചില്ല. എന്ന് മാത്രമല്ല, തങ്ങളെ സഹായിക്കാത്ത നാറ്റോയ്ക്ക് ഇനി അമേരിക്കൻ സഹായം ഉണ്ടാവില്ല എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഓർക്കണം, ഈസ്റ്റർ ദിനത്തിലാണ് ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തിയത്, ഇറാനെ ഞങ്ങൾ നരകത്തിലേക്ക് അയക്കുമെന്ന്, ഒരു നാഗരികതയെ ഉന്മൂലനം ചെയ്യുമെന്ന്. അത് കത്തോലിക്ക വിശ്വാസികളെ പോലും അന്ന് പരിഭ്രമത്തിലാഴ്ത്തി. പിന്നീട് ഇറാൻ ചർച്ചാ മേശയിലേക്ക് വരാം എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ സമ്മതിച്ചപ്പോൾ അതിന് പാകിസ്ഥാൻ മധ്യസ്ഥ വേഷം കെട്ടിയപ്പോൾ ഒരു വേള ട്രംപ് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു 2 ആഴ്ചത്തേക്ക്. ഈ വരുന്ന 21-ാം തീയതി വെടിനിർത്തൽ അവസാനിക്കുകയാണ്. ട്രംപ് പറയുന്നത്, അതിന് മുൻപ് നിങ്ങൾക്ക് അല്പമെങ്കിലും വിവേകമുണ്ടെങ്കിൽ പൂർണ്ണമായ ഒരു സമാധാന കരാറിലെത്താനാണ്. അപ്പോഴും ഇറാൻ വാശി പിടിച്ച് മസിൽ പിടിച്ച് നിന്നു. എന്നാൽ ഉപരോധം ഇറാനെ അക്ഷരാർത്ഥത്തിൽ വരിഞ്ഞു മുറുക്കി. അതിൻ്റെ ധാരാളം തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട്. ഓരോ ദിവസവും അവർക്ക് 4000-ത്തിലധികം കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എണ്ണ കയറ്റുമതിയില്ല, പ്രകൃതിവാതക കയറ്റുമതിയില്ല, ഇറാൻ തുറമുഖങ്ങളിലേക്ക് മറ്റ് കപ്പലുകൾ അടുക്കുന്നില്ല. അവശ്യ വസ്തുക്കൾ എത്തിക്കാൻ മാനുഷിക സഹായം നൽകും എന്ന് ട്രംപ് പറയുമ്പോഴും മറുവശത്ത് വാണിജ്യ കപ്പലുകളൊന്നും ഇറാനിലേക്ക് തിങ്കളാഴ്ച, ഇന്നലെയാണ് ഉപരോധം തുടങ്ങിയത്, ഈ നിമിഷം വരെ വാണിജ്യ കപ്പലുകൾ അങ്ങോട്ടേക്ക് വരുന്നില്ല. ഇറാൻ ജനങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തി വളർന്നിരിക്കുന്നു. വിലക്കയറ്റം ഓരോ മണിക്കൂറിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സാമ്പത്തികമായി ഇറാനെ വരിഞ്ഞു മുറുക്കുന്ന നടപടിയാണ് ട്രംപ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ ആദ്യം പ്രഖ്യാപിച്ചതുപോലെ അമേരിക്കൻ സൈനികരെ കാലുപുരിക്ക് അയക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവരുടെ ഈ സ്പീഡ് ബോട്ടുകൾ കൊണ്ട് ഒരാക്രമണവും നടക്കുന്നില്ല. ആകെ കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഒമാൻ തീരത്ത് നിന്ന് 112 നോട്ടിക്കൽ മൈൽ അകലെ ഒരു ചരക്ക് കപ്പലിന് നേർക്കുണ്ടായ ആക്രമണമാണ്. ഏത് രാജ്യത്തിൻ്റേതാണ് കപ്പൽ എന്ന് വ്യക്തമായിട്ടില്ല. എങ്കിലും അത്തരമൊരു ആക്രമണത്തിൻ്റെ വാർത്ത മാത്രമേ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളൂ. അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ അത്ര പെട്ടെന്നൊന്നും ആക്രമിക്കാനും കഴിയില്ല. ചുരുക്കത്തിൽ ഇറാനെ വരിഞ്ഞു മുറുക്കിയതോടെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് വ്യാഴാഴ്ച വീണ്ടും ചർച്ചാ മേശയിലേക്ക് ഇറാൻ വരുന്നു എന്ന വാർത്തയാണ്. ശരിക്കും ഇറാനെ മുട്ടുകുത്തിക്കുകയാണ് ചെയ്ത് ഈ ഉപരോധം കൊണ്ട്. ഈ വരുന്ന വ്യാഴാഴ്ച അമേരിക്കൻ പ്രതിനിധികളുമായി ഇറാൻ പ്രതിനിധികൾ നടത്തുന്ന ചർച്ച ഒന്നുകിൽ ജനീവയിലായിരിക്കും, അല്ലെങ്കിൽ ഇസ്ലാമാബാദിലായിരിക്കും. ഇന്ന് രാത്രിയോടെ അവർ ഏത് സ്ഥലത്ത് വെച്ചായിരിക്കും കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരും. പക്ഷേ വ്യാഴാഴ്ച ഇത്തരമൊരു കൂടിക്കാഴ്ച നടന്നില്ല എങ്കിൽ ഈ ആഴ്ച ഏറ്റവും അടുത്ത ദിവസം തന്നെ ചർച്ച തുടരുമെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. സമാനമായ തലത്തിൽ ഇറാനും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാർ എന്ന് ഇറാൻ അറിയിച്ചുവെന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തിനായിരുന്നു ഇത്ര വലിയ വാശി? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നമ്മൾ പല തലങ്ങളിൽ പരിഹസിക്കുമ്പോഴും ഒരു തലത്തിൽ പൂർണ്ണമായും ഇറാനെ മുട്ടുകുത്തിക്കാൻ ഇപ്പോൾ ട്രംപിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരൊറ്റ ഉപരോധത്തിലൂടെ ഹോർമുസ് കടലിടുക്കിൽ പിടിമുറുക്കിയ ട്രംപ് ഇറാന് ശക്തമായ ഒരു പണിയാണ് കൊടുത്തിരിക്കുന്നത്. കാർഗ് ദ്വീപ് വഴിയാണ് ഇറാൻ്റെ 90% കയറ്റുമതിയും. ആ മേഖല പൂർണ്ണമായും ഇപ്പോൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഹോർമുസ് ബ്ലോക്കേഡ് എന്നാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് ഇന്ത്യക്ക് ചില ഗുണമൊക്കെ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിന് 100ഓളം മദർഷിപ്പുകൾ ഇപ്പോൾ നങ്കുരമിടാൻ അനുമതി കാത്തു കിടക്കുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് അടുത്താണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഒരു സ്ഥാനം. ഇവിടെ നിന്ന് മാറി മുംബൈ അല്ലെ ബാന്ദ്ര ആ പോർട്ടുകളിലേക്കൊക്കെ എത്താൻ ഏകദേശം 50 മണിക്കൂർ കൂടുതൽ സഞ്ചരിക്കണം ചരക്ക് കപ്പലുകൾക്ക് അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന്. അതുകൊണ്ട് വിഴിഞ്ഞത്ത് ധാരാളം കപ്പലുകൾ ഇപ്പോൾ നങ്കുരമിടുന്നു എന്ന വാർത്ത നമുക്ക് സന്തോഷം പകരുന്നതാണ്. പക്ഷെ മറുവശത്ത് 1600ഓളം കപ്പലുകൾ ഉൾക്കടലുകളിൽ നങ്കുരമിട്ട് കിടക്കുന്നു. അവർക്ക് അവരുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകാൻ കഴിയുന്നില്ല. അവർക്ക് ഈ കപ്പലുകളിലുള്ള വാണിജ്യ വസ്തുക്കൾ പോർട്ടുകളിൽ ഇറക്കാൻ കഴിയുന്നില്ല. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ പൂർണ്ണമായി ഒറ്റപ്പെട്ട് നിൽക്കുന്ന കാഴ്ചയാണ്. മറ്റ് ചില സംഭവ വികാസങ്ങൾ ആ മേഖലയിലുണ്ട്. UAE ശക്തമായി അമേരിക്കയ്ക്കൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്നു. ഹോർമുസ് കടലിടുക്കിനെ കേന്ദ്രബിന്ദുവാക്കി ഒരു വിലപേശലിനും ഇറാനെ അനുവദിക്കരുത് എന്ന നിബന്ധന UAE മുന്നോട്ട് വെച്ചു. ഖത്തർ പറഞ്ഞു ഇറാനോട്, ഖത്തർ
ഇറാൻ വിദേശകാര്യമന്ത്രി അരാഗ്ചിയെ ഫോണിൽ വിളിച്ചു. എത്രയും പെട്ടെന്ന് മധ്യസ്ഥ ചർച്ചകളിലൂടെ പ്രശ്നം അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ഖത്തർ ഇറാനോട് പറഞ്ഞു. ഇറാൻ പൂർണ്ണമായും അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിലും ഒറ്റപ്പെട്ട് നിൽക്കുന്ന കാഴ്ചയാണ്. മറ്റൊരു തമാശയുണ്ട്. നമ്മൾ ഒരാഴ്ച മുമ്പ് കേട്ടിരുന്നു ഇറാന് വ്യോമ പ്രതിരോധ സംവിധാനം ചൈന കൊടുക്കുമെന്ന്. എന്താ സംഭവിച്ചത്? ഇപ്പോൾ ചൈന വലിയ തോതിൽ സമ്മർദ്ദം നേരിടുകയാണ്. ചൈനയുടെ എണ്ണ കയറ്റുമതിയുടെ മുഖ്യ ഘടകവും ഇറാനിൽ നിന്നാണ്. ആ നീക്കത്തിനാണ് ഇപ്പോൾ അമേരിക്ക പൂട്ടിട്ടിരിക്കുന്നത്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് യുദ്ധം തുടങ്ങുമ്പോൾ എണ്ണ കയറ്റുമതിയെ ഒരു തരത്തിലും അവർ ആക്രമിച്ചിരുന്നില്ല, എണ്ണ കയറ്റുമതിയെ ബ്ലോക്ക് ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പോഴാണ് അതിന് ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ അവസരം മുതലെടുത്ത് ഇറാനിൽ നിന്ന് വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു ചൈനയുടെ നീക്കങ്ങൾ ഇപ്പോൾ പൂർണ്ണ സ്തംഭനാവസ്ഥയിലാണ്. ഏതെങ്കിലും തലത്തിൽ ഒരു ആയുധ കൈമാറ്റത്തിന് ഇറാനുമായി ശ്രമിച്ചാൽ, വ്യോമ പ്രതിരോധം ഉൾപ്പെടെ എന്തെങ്കിലും ഒരു ആയുധ സഹായം നൽകിയാൽ ചൈനയ്ക്ക് മേൽ 50% അധിക തീരുവ ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇരട്ടി അടി, ഒരു ഇരട്ട പ്രഹരമാണ് ചൈനയ്ക്ക് അമേരിക്ക നൽകുന്നത്. ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കുമ്പോൾ ഒരു കാര്യം ട്രംപ് ഉറപ്പുവരുത്തുന്നു. UAE-യിൽ നിന്ന് നമ്മൾ കേട്ട ആ ചൈനീസ് കപ്പൽ ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുന്ന മെഥനോളുമായിട്ടാണ്. ഏതെങ്കിലും തലത്തിൽ ചൈനയ്ക്കുള്ള ആയുധങ്ങളുമായിട്ടാണ് അവരുടെ കപ്പൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക അതിനെ തടഞ്ഞിടും, ബ്ലോക്ക് ചെയ്യും. ഇറാനുമായി യാതൊരുവിധ വാണിജ്യ ഇടപാടുകളും ചൈനയെ അനുവദിക്കില്ല. അപ്പോൾ ചൈനയെ പൂർണ്ണമായി അമേരിക്ക വൈരിഞ്ഞു മുറുക്കി. ഈ ഉപരോധം തുടങ്ങിയതിൽ പിന്നെ ചൈന ചില പ്രതികരണങ്ങളൊക്കെ നടത്തി എന്നതൊഴിച്ചാൽ ചൈനയുടെ ഭാഗത്തു നിന്ന് കാര്യമായ പ്രതിരോധം നമ്മൾ കാണുന്നില്ല. റഷ്യ മിണ്ടാതിരിക്കുന്നു. പൂർണ്ണമായും ഒരു ട്രംപിൻ്റെ ഒരു വിജയത്തിൽ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഈ ഘട്ടത്തിൽ. പക്ഷേ അങ്ങനെ ഒരു തീരുവ ഭീഷണി പുറത്തെടുത്താൽ അങ്ങനെ അങ്ങ് പേടിക്കുമോ ചൈന? ഇതിനു മുൻപ് നമ്മളൊരു ചൈനയ്ക്ക് നേരെ ഒരു തീരുവ ഭീഷണി കേട്ടപ്പോൾ തിരിച്ച് അതേ രീതിയിൽ ഞങ്ങൾ പ്രതികരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് മയപ്പെടുന്ന ട്രംപിനെ നമ്മൾ കണ്ടതാണ്. മറ്റൊരു കാര്യം, ഈ ചൈനയുടെ ഒരു വളർച്ചയെ എല്ലാ കാലത്തും അമേരിക്ക ഒരു ഭയപ്പാടോടെയാണ് നോക്കുന്നത്. അപ്പോൾ ഈ എണ്ണയിൽ ഒരു അടി കൊടുക്കുക എന്നുള്ളത് ട്രംപിന് ഒരു പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. കാരണം വെനസ്വേലയിൽ ആദ്യം അടി കൊടുത്തപ്പോൾ അത് ചൈനയെ ബാധിച്ചൊരു വിഷയമാണ്. ഇറാനിലെ എണ്ണ കയറ്റുമതിയിൽ കൈവച്ചപ്പോൾ ചൈനയെ ബാധിക്കുന്ന വിഷയമാണ്. കാരണം ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ചൈനയ്ക്ക് വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും. എങ്കിൽ തന്നെയും അത്ര കണ്ട് അങ്ങ് കീഴടങ്ങാൻ ഒരു നീക്കത്തിലേക്ക്, അല്ലെങ്കിൽ പൂർണ്ണമായും അമേരിക്കയ്ക്ക് കീഴ്പ്പെടുന്ന ഒരു ചൈനയെ നമുക്ക് കാണാൻ കഴിയുമോ? ചൈന ദുർബലമായി. അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ചൈന ഇന്ന് ഒരു ആഹ്വാനം നടത്തിയിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ തങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന്. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ തങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന ആഹ്വാനമാണ് ചൈന ഇന്ന് നൽകിയിരിക്കുന്നത്. അത് ചൈന ഒരു കീഴടങ്ങലിൻ്റെ സ്വരം മറ്റൊരു തരത്തിൽ ലോകത്തോട് പറയുന്നതിന് തുല്യമാണ്. കാരണം ഇതുവരെയുള്ള ചൈന അങ്ങനെ ആയിരുന്നില്ല. തങ്ങളും ഇറാനും റഷ്യയും ചേർന്ന് പലതും തീരുമാനിക്കുമെന്നും നടപ്പാക്കുമെന്നും പ്രഖ്യാപിച്ച ചൈന എന്തുകൊണ്ട് അമേരിക്കൻ സഖ്യരാജ്യങ്ങളെ തങ്ങളുടെ പാട്ടിലാക്കാൻ ശ്രമിക്കുന്നു? പക്ഷെ അവിടെ ഖത്തറും UAE-യും കട്ടയ്ക്കാൻ നിൽക്കുന്നത്. ഒരുവിധ വിട്ടുവീഴ്ചകൾക്കും അവർ തയ്യാറാകുന്നില്ല, ഒരുവിധ നീക്കുപോക്കുകൾക്കും അവർ തയ്യാറാകുന്നില്ല. ഹോർമുസ് ജലപാത പൂർണ്ണമായും തുറന്നു കിടക്കണമെന്ന് UAE വാശി പിടിക്കുന്നുണ്ട്. അതാരുടെയും നിയന്ത്രണത്തിൽ, പ്രത്യേകിച്ച് ഇറാൻ്റെ ഒരു സ്വകാര്യ സ്വത്തല്ല എന്നാണ് UAE പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചൈനയെ സംബന്ധിച്ച് അധിക തീരുവ ചൈന എപ്പോഴും ഭയപ്പെടുന്ന ഒന്ന് തന്നെയാണ്. മുൻപ് അമേരിക്ക അധിക തീരുവ പ്രഖ്യാപിക്കുമ്പോഴും ചൈന പല പ്രസ്താവനകളും നടത്തി. പക്ഷേ ആത്യന്തികമായി അമേരിക്കയുടെ നിയന്ത്രണത്തിന് വിധേയമാകാൻ ഒടുവിൽ ചൈന അനുവദിക്കുന്നു, സമ്മതിക്കുന്നു. അങ്ങനെയാണ് അധിക തീരുവ കുറയ്ക്കുന്നത്. ചൈനയെ സംബന്ധിച്ച് ചൈനയ്ക്ക് അമേരിക്കൻ സഖ്യരാജ്യങ്ങളാണ് ഇപ്പോൾ മുഖ്യ ഒരു ആശ്രയത്വം. അതിന് അർത്ഥം UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ചൈന വലിയ തോതിൽ സാമ്പത്തിക ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുമായി വലിയ വാണിജ്യ ഇടപാടുകൾ നടത്തുന്നു. അമേരിക്ക പൂർണ്ണമായി പിണക്കി ഇത്തരം നീക്കങ്ങൾക്കൊന്നും ചൈനയ്ക്ക് കഴിയില്ല. ചൈന ഒരു കയറ്റുമതി അധിഷ്ഠിത രാജ്യമാണ്. എപ്പോഴും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കപ്പെട്ടാൽ അത് ചൈനയുടെ സാമ്പത്തിക സ്ഥിതിയെ ദുർബലമാക്കും. മറുവശത്ത് ഇന്ത്യയുണ്ട്. എപ്പോഴും ലോകരാജ്യങ്ങൾക്കൊരു ഓപ്ഷൻ ചൈനയിൽ നിന്ന് മാറി ഇന്ത്യയിലേക്കുണ്ട്. അതെപ്പോഴും ചൈനയെ ഭയപ്പെടുത്തുന്നുമുണ്ട്. പൂർണ്ണമായും എണ്ണ ഇറക്കുമതി രാജ്യമാണ് ചൈന. ഇപ്പോൾ റഷ്യയിൽ നിന്ന് ചൈനയ്ക്ക് എണ്ണ കിട്ടുമെങ്കിലും റഷ്യ ഒരു അവസരവാദിയാണ്. ചൈനയ്ക്ക് റഷ്യൻ എണ്ണ കൂടിയേ തീരൂ എന്ന ഘട്ടത്തിലെത്തിയാൽ റഷ്യൻ എണ്ണ ചെറിയ വിലയ്ക്ക് അവർ വിൽക്കത്തില്ല. അത് ചൈനയ്ക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇറാൻ,
തൊട്ടപ്പുറത്തുള്ള ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങൾ, സൗദി രാജ്യങ്ങളിലേക്ക് എണ്ണ ഇറക്കുമതിയെ കൂടുതൽ ചൈനയെ ആശ്രയിക്കുന്നത്. ഇറാൻ എക്കാലത്തും ചൈനയ്ക്ക് വിലക്കുറഞ്ഞ എണ്ണ നൽകിയിട്ടുള്ള ഒരു രാജ്യമാണ്. അവിടെയാണ്, കടക്കലാണ് അമേരിക്ക കത്തിവെച്ചിരിക്കുന്നത്. ചൈന അമേരിക്കയ്ക്ക് നേരെ നിൽക്കാൻ ഇപ്പോഴും സജ്ജമായിട്ടില്ല എന്നർത്ഥം. മറ്റൊരു കാര്യം, ഈ പറയുന്ന ട്രംപ് നമ്മൾ ബുദ്ധിമാനാണ് എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവ വികാസങ്ങൾ കാണുമ്പോൾ ഒരു എല്ലാവരെയും വെറുപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് ട്രംപിൻ്റെ നീക്കങ്ങൾ മാറുന്നു. മാർപ്പാപ്പയെ വിമർശിക്കുന്നു. അങ്ങനെ എന്നെ അംഗീകരിക്കാത്ത ഒരു മാർപ്പാപ്പയെ എനിക്ക് വേണ്ട എന്നുള്ള തരത്തിൽ ചില ആഹ്വാനങ്ങൾ നടത്തുന്നു. അതിനുശേഷം നമ്മൾ കണ്ടത് ഒരു AI ചിത്രമാണ്. കണ്ടു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ പോലെ തോന്നുന്ന ഒരു ചിത്രം, അത് പടച്ചുവിടുന്നു. ഇതിനുശേഷം സ്വന്തം രാജ്യത്ത് തന്നെ വിമർശനങ്ങൾ നേരിടുന്നു, സ്വന്തം പാർട്ടിയിൽ വിമർശനങ്ങൾ നേരിടുന്നു. ഈ ട്രംപ് എപ്പോഴും വിവാദങ്ങളിലാണ് ജീവിച്ചിട്ടുള്ളത്. ഏകദേശം 5.5 കോടി കത്തോലിക്കരാണ്, ക്രിസ്ത്യൻസ്, കത്തോലിക്ക മാർപ്പാപ്പയുടെ കീഴിൽ വരുന്ന വിശ്വാസികൾ അമേരിക്കൻ ജനതയായിട്ടുണ്ട്. വലിയൊരു വോട്ട് ബാങ്കുമാണ് അവർ. അവരുടെ വോട്ട് ഒന്നടങ്കം വാങ്ങിയാണ് ട്രംപ് ഇക്കുറി അധികാരത്തിലേറിയത്. ഈ അമേരിക്കയിലുള്ള ഈ കാത്തലിക്സിന്, അമേരിക്കയിലുള്ള ജൂതന്മാർ, ഇവാഞ്ചലിക്കൽ, ഈ 3 വിഭാഗത്തിനും ഇസ്രായേലിനോട് വലിയ പ്രതിബദ്ധതയുണ്ട്. ഇസ്രായേൽ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജ്യം, അങ്ങനെയാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലികൾ അയത്തുള്ളവരുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഇസ്രായേലിനൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. അവരുടെയൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ്. ആയത്തുള്ളമാർ ദുഷ്ടന്മാരായ ആയത്തുള്ളമാരെ ഭൂമുഖത്ത് നിന്ന് ഓടിക്കാൻ ദൈവം നിയോഗിച്ച ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു വലിയ ജനത അവിടെയുണ്ട്. അതാണ് ട്രംപിൻ്റെയും ഒരു ട്രംപ് കാർഡ്. ആ ഒരു വിശ്വാസം മുതലെടുത്ത് ട്രംപ് അവരെയൊക്കെ ഒപ്പം ചേർത്ത് ഈ ഒരു സൈനിസ്റ്റ് ആശയഗതിയെ അമേരിക്കയോട് ചേർത്ത് വെച്ച് ഇസ്രായേൽ അമേരിക്ക ഒന്നാണ് എന്ന് പറഞ്ഞാൽ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്നു എന്ന ഒരു പൊതുപ്രതീതി അമേരിക്കയിൽ വരുത്തിയിരുന്നു. അങ്ങനെയാണ് ഈ യുദ്ധത്തിന് കൂടുതൽ കരുത്ത് വന്നത്. ആയത്തുള്ളമാരെ ഉന്മൂലനം ചെയ്യുക എന്ന ഒരു പൊതുതത്വം അംഗീകരിക്കപ്പെട്ടതും അങ്ങനെയാണ്. മറുവശത്ത് മാർപ്പാപ്പ അമേരിക്കൻ യുദ്ധം, അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അമേരിക്ക ഇന്നും തങ്ങളുടെ ആയുധബലത്തിലും സാമ്പത്തിക ശക്തിയിലും ലോകരാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു മാരക ശക്തി എന്ന നിലയിലുമൊക്കെ വലിയ അതീശത്വം ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങളൊരു വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയൻ മാത്രമാണ് എന്ന തലത്തിലായി മാർപ്പാപ്പമാരെ അമേരിക്കൻ പ്രസിഡന്റുമാർ മുൻപൊക്കെ കണ്ടിരുന്നത്. ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ജോ ബൈഡൻ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള പ്രസിഡന്റുമാരുടെ കാലത്ത് കുറേ മാറ്റങ്ങളുണ്ടായെങ്കിലും ഈ ട്രംപ് ഒരു സൂപ്പർമാനാണ് എന്ന് അയാൾ തന്നെ ധരിക്കുന്നു. ട്രംപിൻ്റെ പ്രശ്നം ഈഗോയാണ്. എല്ലായിടത്തും ട്രംപിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഈഗോ തന്നെയാണ്. മാർപ്പാപ്പയുടെ അടുത്തും ട്രംപ് പുറത്തെടുക്കുന്നത് ഈഗോ. മറുവശത്ത് മാർപ്പാപ്പ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. ദൈവത്തിൻ്റെ ഭൂമിയിലെ ആ ദൈവത്തിൻ്റെ ജനതയെ സൂക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടയാളാണ്. പത്രോസിൻ്റെ പിൻഗാമിയാണ്. 12 ശിഷ്യന്മാരിൽ ഒരാൾ എന്ന നിലയിൽ അടയാളപ്പെടുത്തിയ ഏറ്റവും ഒരു ഉയർന്ന സ്ഥാനമാണ് എന്ന് മാർപ്പാപ്പയ്ക്കറിയാം. ഇപ്പോഴത്തെ ലിയോ 14 മാർപ്പാപ്പ പൊതുവെ ശാന്തരാണ്. അദ്ദേഹത്തിൻ്റെ ജനനം അമേരിക്കയിലാണ്. ഒരു അമേരിക്കൻ മാർപ്പാപ്പയാണ്. അമേരിക്കയിൽ ജനിച്ച് വത്തിക്കാനിൽ മാർപ്പാപ്പയായ ഈ ലിയോ 14 മാർപ്പാപ്പയെ സംബന്ധിച്ച് ഈ ട്രംപ് പറയുന്നത് നിങ്ങൾ അമേരിക്കയിൽ ജനിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ മാർപ്പാപ്പയായി അവിടെ ഇരിക്കുന്നത്. അതിന് ട്രംപ് കണ്ടുപിടിച്ചിരിക്കുന്ന കാരണം അതിൽ വിചിത്രമാണ്. ട്രംപ് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സ്വാധീനിക്കണമെങ്കിൽ ഒരു അമേരിക്കൻ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കണമെന്ന് സഭയ്ക്കറിയാം. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ അവിടെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. രാഷ്ട്രീയം കളിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല. നിങ്ങൾ മതപരമായ കാര്യങ്ങൾ നോക്കൂ. നിങ്ങളുടെ നയതന്ത്രജ്ഞത, നിങ്ങളുടെ ലോകവീക്ഷണം വളരെ ദുർബലമാണ്. പ്രത്യേകിച്ച് ഇറാൻ ആണവായുധം നിർമ്മിക്കുമ്പോൾ നിങ്ങളതിനെ ന്യായീകരിക്കുന്നു. മറുവശത്ത് അമേരിക്കയെ നിങ്ങൾ അനാവശ്യമായി കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ രൂക്ഷമായ ഭാഷയിലാണ് ട്രംപിൻ്റെ പല പ്രയോഗങ്ങളും. മുമ്പൊരിക്കൽ നമുക്കറിയാം, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഇതേ ട്രംപ് വലിയ ഒരു അലങ്കാര മാർപ്പാപ്പയുടെ വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരേ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ യേശു ഒരു രോഗിയെ സൗഖ്യപ്പെടുത്തുന്നതിന് സാദൃശ്യം വരുന്ന ഒരു തരത്തിലുള്ള ചിത്രമാണ്, ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത്. താൻ മറ്റെന്തോ ആണ് എന്ന ആളുകളെ, താനൊരു അമാനുഷികനാണ്, ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ട്രംപിൻ്റെ ശ്രമമാണ്. പക്ഷെ അതിപ്പോൾ തിരിച്ചുകൊണ്ട് ആളുകൾ പറയുന്ന അന്തിക്രിസ്തു ആകാനുള്ള ശ്രമമാണെന്ന്. പിന്നെ സാത്താൻ സേവ,
ട്രംപിനുണ്ട് എന്ന് ഈ അമേരിക്കയിലെ സാത്താനിക് ആരാധകർ ഒരുപാടുള്ളവരാണ്. അപ്പോൾ അവരെ സംതൃപ്തിപ്പെടുത്താനാണ്, അവരുടെ സ്വാധീനമാണ് എന്നൊക്കെ പറയുന്നു. എന്തായാലും ഇത് ട്രംപിന് ഒരു ഭ്രാന്തിൻ്റെ വശം കൂടിയുണ്ട് പലപ്പോഴും. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ, ഇടപെടലുകളിൽ, തീരുമാനങ്ങളിൽ ആ ഒരു ഭ്രാന്തൻ എലമെൻ്റാണ് ഈ ഒരു വിഷയത്തിലും പ്രതിഫലിക്കുന്നത്. അത്രേ ഉള്ളൂ. ഇവിടെ ഇനിയിപ്പോൾ അടുത്ത വട്ട ചർച്ച നടക്കാൻ പോവുകയാണ്. ഈ ഒരു ചർച്ചയിൽ പൂർണ്ണമായും ഇറാൻ കീഴടങ്ങുമോ? കീഴടങ്ങാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം ഇറാനെ സംബന്ധിച്ച് പിടിച്ചു നിൽക്കൽ അത്ര എളുപ്പമല്ല. ഇറാനിയൻ ജനത വലിയ അസ്വസ്ഥതയിലാണ് ഇപ്പോൾ കഴിയുന്നത്. സാമ്പത്തിക അരാജകത്വം, വിലക്കയറ്റം, ഒരു പരിധി വിട്ടാൽ ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങും. കാരണം ഇറാൻ ഒരുപാട് വസ്തുക്കളുടെ കാര്യത്തിൽ ഒരു ഇറക്കുമതി രാജ്യമാണ്. മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കാതെ കഴിയില്ല. എണ്ണ കയറ്റുമതി ചെയ്ത് അവശ്യ വസ്തുക്കൾ ഇറക്കുമതി ചെയ്ത് കഴിയുന്ന ഒരു എക്കോണമിയാണ് അവിടെയുള്ളത്. എക്കോണമി പൂർണ്ണമായ ഒരു തകർച്ചയുടെ വക്കിലാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്ര ഇറാനിയൻ റിയാലിൻ്റെ ശോഷണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇറാനികൾക്ക് ലോകത്ത് നിന്ന് എലീനേറ്റഡ് ആയി പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവർക്ക് തന്നെ തോന്നുന്നത്. അത്ര എളുപ്പമല്ല പിടിച്ചു നിൽക്കാൻ. കാരണം സൈനിക ശക്തി കുറഞ്ഞു, വ്യോമ ആധിപത്യം ഒന്നുമില്ല. എവിടെയൊക്കെയോ കുഴിച്ചിട്ട കുറേ മിസൈലുകൾ മാത്രമാണ് അവരുടെ ആക്രമണത്തിന് അവർ ഉപയോഗിക്കുന്നത്. നാവികസേനയുടെ കൈവശമുണ്ടായിരുന്ന 150 കപ്പലുകൾ കടലിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നുവെന്നാണ് ട്രംപ് പറയുന്നത്, മുക്കിക്കളഞ്ഞുവെന്ന്. അപ്പോൾ അത്രയേറെ ആക്രമണ പ്രഹരമേറ്റ ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി കീഴടങ്ങുകയെ ഇറാന് മുന്നിൽ ഒരു പോംവഴിയായുള്ളൂ. അല്ലെങ്കിൽ ഗറില്ല മോഡൽ ആക്രമണങ്ങളുമായി അവർക്ക് നിലനിൽക്കാം. ആക്രമണങ്ങളുടെ ദൈർഘ്യം കൂടിയേക്കാം. പക്ഷെ ഒരു കാലത്തും പിന്നീട് ആ രാജ്യം ഒരു തിരിച്ചുവരവിനോ പിന്നീടൊരു ശാശ്വതമായ സമാധാനത്തിലേക്കോ കടന്നു വരില്ല. അതിപ്പോൾ ഇറാന് ബോധ്യപ്പെട്ടു. പക്ഷേ ഈ മസൂദ് പെസഷ്കിയാൻ ഉൾപ്പെടെ നേതാക്കൾ സമാധാനത്തിൻ്റെ പാതയിലേക്ക് സംസാരം തുടങ്ങുമ്പോൾ IRGC ഒരു തരത്തിലും ഒന്ന് കീഴടങ്ങാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ള രീതിയിൽ വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, IRGC അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിലൂടെ വീണ്ടും ദുർബലപ്പെടുത്താനുള്ള സാധ്യത നിലനിൽക്കുന്നു. പക്ഷേ പെസഷ്കിയാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അരാക്ചിയെ സംബന്ധിച്ച് ഒരു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുകയും പിന്നീട് IRGC എന്തെങ്കിലും മാരകമായ ആക്രമണങ്ങളിലേക്ക് തിരിയുകയാണെങ്കിൽ അതിൽ നിന്ന് കൈയൊഴിയാനുള്ള ശ്രമം നടത്തുകയും ചെയ്യാം. അതൊക്കെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് IRGC ഒക്കെ വരിഞ്ഞു മുറുക്കിക്കൊള്ളും. കാരണം ഇസ്രായേൽ ഇപ്പോൾ കടിച്ചു പിടിച്ചാണ് നിൽക്കുന്നത്. 21-ാം തീയതി ആകാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. വെടിനിർത്തൽ എവിടെയെങ്കിലും ലംഘിച്ചാൽ ഞങ്ങൾ കടന്ന് ആക്രമിക്കുമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതാണ് ഇസ്രായേലിൻ്റെ ഒരു രീതി. യുദ്ധത്തിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ ഇതാണ്. കാരണം ഏകദേശം കീഴടങ്ങലിൻ്റെ വക്കിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു. അത്രത്തോളം ദുർബലമായി മാറിയിരിക്കുകയാണ് ആ രാഷ്ട്രം. ഇനി അമേരിക്കയോടും അല്ലെങ്കിൽ ഇസ്രായേലിനോടും ഒന്നും പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പ് ഇറാനില്ല എന്നുള്ളത് ഏകദേശം വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.